നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഖത്തറിൽ ഇനി മതവിധികൾ വാട്സാപ്പ് വഴിയും. വിശുദ്ധ കബയെ പുതിയ കിസ്വ കൊണ്ട് അലങ്കരിക്കും. 10 ലക്ഷം കടന്ന കുതിപ്പ്. അബുദാബിയിൽ ബസ് ഓൺ ഡിമാൻഡ് സൂപ്പർ ഹിറ്റ്. ദോഹയിൽ നിന്നും ഇന്ന് കരിപ്പൂരിലേക്ക് പറക്കേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കി. കുവൈത്ത് തീപിടുത്തം. അടിയന്തര ധനസഹായം വിതരണം ചെയ്ത NBTC. കേരള സോഷ്യൽ സെന്ററിന് അബുദാബി പോലീസിന്റെ ആദരം. ഹാപ്പിനെസ് ട്രാവൽ ടൂറിസം പ്രദർശനം. ഖത്തറിൽ ഇനി മതവിധികൾ വാട്സാപ്പ് വഴിയും. ഇസ്ലാം മതവിധികൾ ഇനി വാട്സാപ്പിലും. ഖത്തർ ഔഖാഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയമാണ് വാട്സാപ്പ് ആപ്ലിക്കേഷൻ വഴി മതപരമായ അന്വേഷണങ്ങൾക്ക് തത്സമയം ഉത്തരം നൽകുന്നതിന് സംവിധാനമൊരുക്കിയത്. തത്സമയ ചാറ്റ് അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡിംഗ് വഴിയായിരിക്കും പണ്ഡിതന്മാർ അന്വേഷണങ്ങൾക്ക് ഹത്വ മതവിധികൾ നൽകുക. ഇതിനായി ഇസ്ലാമിക പണ്ഡിതന്മാരുടെയും ശരീഅത്ത് ഗവേഷകരുടെയും സംഘത്തെ ഔഖാഫ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഖത്തർ സമയം രാവിലെ 8 മുതൽ 1 വരെയും വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെയുമാണ് സേവനം ലഭ്യമാകുക. 9745004564 എന്ന വാട്സ്ആപ്പ് നമ്പറിലാണ് മതവിധികൾ ലഭിക്കുക. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദോഹ. വിശുദ്ധ കബയെ പുതിയ കിസ്വ കൊണ്ട് അലങ്കരിക്കും. വിശുദ്ധ കബയെ പുതിയ കിസ്വ കൊണ്ട് അലങ്കരിക്കും. മുഹറം 1 ഹിജ്റ കലണ്ടർ പ്രകാരമുള്ള പുതുവർഷ പുലരിയാണ് കഅബയുടെ മൂടുപടം മാറ്റുന്നത്. പഴയ മൂടുപടം നീക്കി പുതിയ കിസ്വ അണിയിക്കുകയാണ് ചടങ്ങ്. 159 സാങ്കേതിക വിദഗ്ധരും കരകൗശല വിദഗ്ധരും പുതുവർഷത്തിന്റെ ആദ്യ ദിവസം കിസ്വ മാറ്റുന്ന വാർഷിക ആചാരത്തിൽ പങ്കെടുക്കും. 1000 കിലോഗ്രാം അസംസ്കൃത പട്ടുകൊണ്ട് നിർമ്മിച്ച കിസ്വയാണ് പുതപ്പിക്കുക. ഇരുഹറം കാര്യാലയത്തിന് കീഴിലുള്ള കരകൗശല വിദഗ്ധരും വിദഗ്ധ തൊഴിലാളികളും ചേർന്നാണ് ചടങ്ങ് പൂർത്തിയാക്കുക. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മക്ക. 10 ലക്ഷം കടന്ന കുതിപ്പ്. അബുദാബിയിൽ ബസ് ഓൺ ഡിമാൻഡ് സൂപ്പർ ഹിറ്റ്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ബസ് ഓൺ ഡിമാൻഡ് അബുദാബിയിൽ ഹിറ്റായി. സേവനം ആരംഭിച്ച 2020 മുതൽ ഇന്നലെ വരെ 10 ലക്ഷം പേരാണ് ഉപയോഗപ്പെടുത്തിയത്. രാവിലെ 6 മുതൽ രാത്രി 11 വരെയാണ് സേവനം. തുടക്കത്തിൽ യാസ് ഐലൻഡിൽ ആരംഭിച്ച സർവീസ് യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു. നിലവിൽ ഖലീഫ സിറ്റി, ഷഹാമ, യാസ് ഐലൻഡിലെ ഫെറാഹി വേൾഡ്, യാസ് മറീന സർക്യൂട്ട്, യാസ് മോൾ, യാസ് വാട്ടർ വേൾഡ്, അൽ സൈന, അൽ മുനീറ, അൽ ബന്ദർ, സാദിയാത്ത് ഐലൻഡിലെ ഹിൽ അൽ സാദിയാത്ത്, സാദിയാത്ത് ബീച്ച് വില്ലാസ്, സാദിയാത്ത് ബീച്ച് റെസിഡൻസ്, ജുമൈറ റിസോർട്ട്, സാദിയാത്ത് ഐലൻഡ്, സാദിയാത്ത് ബീച്ച് ക്ലബ്, സാദിയാത്ത് ബീച്ച് ഗോൾഡൻ ക്ലബ്, സാദിയാത്ത് ഹോട്ടൽ ഏരിയ, സാദിയാത്ത് കൾച്ചറൽ ഡിസ്ട്രിക്ട്, ലൂവ്ർ, അബുദാബി മ്യൂസിയം, മംഷ അൽ സാദിയാത്ത് എന്നിവിടങ്ങളിലാണ് ബസ് ഓൺ ഡിമാൻഡ് സേവനം ലഭിക്കുക. ഹാഫിലാത്ത് കാർഡ് ഉപയോഗിച്ച് ടിക്കറ്റ് എടുക്കാം. 2 ദിർഹമാണ് നിരക്ക്. കഴിഞ്ഞ വർഷം മാത്രം 3.67 ലക്ഷം ട്രിപ്പുകൾ നടത്തി. ഇതിൽ 1.46 ട്രിപ്പുകളും ഷഹാമയിൽ നിന്നായിരുന്നു. 84,000 യാസ് ഐലൻഡ്, 53,000 സാദിയാത്ത് ഐലൻഡ്, 84,000 ഖലീഫ സിറ്റി എന്നിങ്ങനെയാണ് മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള ട്രിപ്പുകൾ. നിലവാരമുള്ള സേവനം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് തീരുമാനമെന്ന് സംയോജിത ഗതാഗത കേന്ദ്രം ഡയറക്ടർ ജനറൽ അബ്ദുള്ള അൽ മർസൂക്കി പറഞ്ഞു. ഈ വർഷം 4 ലക്ഷത്തിലേറെ ട്രിപ്പുകൾ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബുക്ക് ചെയ്യാൻ അബുദാബി ലിങ്ക്സ് ആപ്പ്. സേവനം ആവശ്യമുള്ളവർ അബുദാബി ലിങ്ക്സ് മൊബൈൽ ആപ്പിലൂടെ അറിയിച്ചാൽ കൃത്യസമയത്ത് ബസ് നിശ്ചിത സ്ഥലത്തെത്തും. ഇതിലൂടെ യാത്രക്കാരുടെ കാത്തിരിപ്പ് സമയവും ബസ് സ്റ്റോപ്പ് വരെയും തിരിച്ചുമുള്ള നടത്തവും കുറയ്ക്കാൻ സാധിക്കും. ആവശ്യപ്രകാരം ബസ് എത്തുന്നതിലൂടെ റോഡിൽ അനാവശ്യമായി റോന്തു ചുറ്റുന്ന മറ്റു ബസ്സുകൾ പിൻവലിച്ചതായി ഗതാഗത വകുപ്പ് അറിയിച്ചു. ബുക്ക് ചെയ്യുമ്പോൾ പുറപ്പെടേണ്ട സ്ഥലവും ലക്ഷ്യസ്ഥാനവും സമയവും വ്യക്തമാക്കണം. അപേക്ഷ ലഭിച്ചാൽ വരുന്ന ബസിന്റെ പ്ലേറ്റ് നമ്പറും എത്തുന്ന സ്ഥലവും സമയവും യാത്രക്കാരനെ സ്മാർട്ട് ഫോണിലൂടെ അറിയിക്കും. ആവശ്യമെങ്കിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് സേവനം വ്യാപിപ്പിക്കാനും ഗതാഗത വിഭാഗമായ അബുദാബി മൊബിലിറ്റിക്ക് പദ്ധതിയുണ്ട്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. ദോഹയിൽ നിന്നും ഇന്ന് കരിപ്പൂരിലേക്ക് പറക്കേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കി. ദോഹയിൽ ഇന്ന് ദോഹ ഹമ്മദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കരിപ്പൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസ് റദ്ദാക്കി. ഉച്ചയ്ക്ക് 12:30 പുറപ്പെട്ട് രാത്രി 7:30 കരിപ്പൂരിൽ എത്തേണ്ടിയിരുന്ന വിമാനമാണ് റദ്ദാക്കിയത്. യാത്രക്കാർക്ക് ഇന്നലെ രാത്രിയാണ് റദ്ദാക്കൽ വിവരം ലഭിച്ചത്.
ഇത് കാരണം മറ്റ് വിമാനങ്ങളിലേക്ക് യാത്ര മാറ്റുന്നതിനുള്ള സാഹചര്യവും നഷ്ടമായി. വിമാന സർവീസ് റദ്ദാക്കിയത് കുടുംബങ്ങൾ ഉൾപ്പെടെ നിരവധി പേരെയാണ് പ്രതിസന്ധിയിലാക്കിയത്. വേനൽക്കാല അവധിക്കായി നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നത്. കുടുംബസമേതം യാത്ര ചെയ്യാനായി 4ഉം 5ഉം ടിക്കറ്റുകൾ വാങ്ങിയവർക്കും പ്രയാസം നേരിട്ടു. സാധാരണഗതിയിലുള്ള ടിക്കറ്റിനേക്കാൾ 4ഉം 5ഉം ഇരട്ടി വില നൽകി ടിക്കറ്റ് എടുക്കണമെന്ന അവസ്ഥയിലാണ് യാത്രക്കാരുള്ളത്. ഒരു യാത്രയ്ക്ക് 20,000 രൂപയോളം നൽകി ടിക്കറ്റ് എടുത്തവർക്ക് പുതിയ ടിക്കറ്റിന് 60,000-ന് മുകളിൽ ടിക്കറ്റിനായി പണം ചിലവാക്കേണ്ടി വരും. സീസൺ ആയതിനാൽ പുതിയ ടിക്കറ്റ് ലഭിക്കുന്നതും പ്രയാസമാണ്. ദോഹയിൽ നിന്നും കരിപ്പൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സമയക്രമം പാലിക്കാതെയാണ് നടന്നുവരുന്നത്. കഴിഞ്ഞ ബലിപെരുന്നാൾ അവധി ദിനങ്ങളിൽ പല ദിവസങ്ങളിലും മണിക്കൂറുകൾ വൈകിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തിയത്. മസ്കത്തിൽ നിന്ന് ഇന്ന് രാവിലെ 7-ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 12:10-ന് കോഴിക്കോട് എത്തുന്ന വിമാനവും റദ്ദാക്കിയിട്ടുണ്ട്. മസ്കത്തിൽ നിന്ന് ബുധനാഴ്ച കോഴിക്കോട് കണ്ണൂർ റൂട്ടിലും ചൊവ്വാഴ്ച തിരുവനന്തപുരം കണ്ണൂർ എന്നിവിടങ്ങളിലേക്കുമുള്ള സർവീസുകളും മുടക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദോഹ. കുവൈത്ത് തീപിടുത്തം, അടിയന്തര ധനസഹായം വിതരണം ചെയ്ത NBTC. മംഗഫിൽ തൊഴിലാളി താമസ കേന്ദ്രത്തിലെ അഗ്നിബാധയിൽ പരിക്കേറ്റവർക്ക് അടിയന്തര സഹായമായി 1000 ദിനാർ വീതം വിതരണം ചെയ്തതായി NBTC കമ്പനി അറിയിച്ചു. ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ, ഈജിപ്ത്, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 61 ജീവനക്കാർക്കാണ് ധനസഹായം വിതരണം ചെയ്തത്. ഇതിൽ 54 ജീവനക്കാർ ഇന്ത്യക്കാരാണ്. കൂടാതെ പരിക്കേറ്റവരുടെ മക്കൾക്കായി സ്കോളർഷിപ്പ് പദ്ധതിയും പ്രഖ്യാപിച്ചു. ചികിത്സയിൽ കഴിയുന്നവരുടെ 10 കുടുംബാംഗങ്ങളെ കമ്പനി കുവൈത്തിൽ എത്തിച്ചിരുന്നു. ഇന്ത്യ, ഫിലിപ്പീൻസ് രാജ്യക്കാരായ 2 പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളതെന്നും വൈകാതെ ഇരുവരും ആശുപത്രി വിടുമെന്നും അറിയിച്ചു. ഡിസ്ചാർജ് ചെയ്തവരെ പ്രത്യേകം തയ്യാറാക്കിയ ഫ്ളാറ്റിലാണ് താമസിപ്പിച്ചിരിക്കുന്നതെന്നും പറഞ്ഞു. ജൂൺ 12-നുണ്ടായ അഗ്നിബാധയിൽ 24 മലയാളികൾ ഉൾപ്പെടെ 46 ഇന്ത്യക്കാരും 3 ഫിലിപ്പീൻസുകാരുമാണ് മരിച്ചത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, കുവൈത്ത്. കേരള സോഷ്യൽ സെന്ററിന് അബുദാബി പോലീസിന്റെ ആദരം. മികച്ച സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് കേരള സോഷ്യൽ സെന്ററിന് അബുദാബി പോലീസിന്റെ ആദരം. മാനദണ്ഡങ്ങൾ പാലിച്ച പൊതുസമൂഹത്തിനിടയിൽ നടത്തിയ മാതൃകാപരമായ ഇടപെടലുകളാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത്. പോലീസിന്റെ സഹകരണത്തോടെ ബോധവൽക്കരണ പരിപാടികളും നടത്തിവരുന്നു. ഷാബിയ പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ മേധാവി മുസബ അൽ ഖെദ്ബിയിൽ നിന്ന് KSSC പ്രസിഡന്റ് AK ബീരാൻകുട്ടി ഫലകവും പ്രശസ്തിപത്രവും ഏറ്റുവാങ്ങി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. ഹാപ്പിനെസ് ട്രാവൽ ടൂറിസം പ്രദർശനം. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഹാപ്പിനെസ് ട്രാവൽ എന്ന പേരിൽ ട്രാവൽ ആൻഡ് ടൂറിസം പ്രദർശനം സംഘടിപ്പിച്ചു. ജീവനക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും വിപുലമായ ടൂറിസം യാത്രാ സൗകര്യങ്ങൾ, സേവനങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായിരുന്നു നടപടി. ഡയറക്ടറേറ്റ് ആസ്ഥാനത്ത് നടന്ന പ്രദർശനത്തിൽ വിമാന കമ്പനികൾ, ഹോട്ടലുകൾ, ട്രാവൽ ഏജൻസികൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയുടെ ഓഫറുകൾ പ്രദർശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.